വലിയൊരു സീനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിനക്കിതൊന്നും ശരിയാവില്ല, നീ വേറെ വല്ല ജോലിക്ക് പോയിക്കോ, നിൻ്റെ ശബ്ദമൊന്നും കൊള്ളൂല, നായികയ്ക്കൊന്നും നീ ശരിയാവില്ല, നീ അതുകൊണ്ട് പഠിച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ചേച്ചിയെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയല്ല, ഇങ്ങനെ ഞാൻ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 89-ലാണ്. 88-ൽ എനിക്കൊരു സ്ട്രോക്ക് പോലെ ഒരു അസുഖം വന്നിരുന്നു. എന്താണെന്ന് അറിയില്ല, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തല ഇങ്ങനെ ഭാരമായിട്ട് ലെഫ്റ്റ് സൈഡ് അങ്ങനെ തളർന്നു പോയിട്ട്. അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കല്യാണമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ തിരുത്തണ്ണി എന്ന് പറയുന്ന അമ്പലത്തിൽ ഒരു ഒളിച്ചോട്ടം പോലെ ഉള്ള ഒരു കല്യാണം ആയിരുന്നു. മമ്മൂക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്. കൊഞ്ചെരുങ്ക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പം ഞാൻ ചെന്ന് ഷോട്ടിന് പോവോ അല്ലെങ്കിൽ വേറെ എന്തോ ഇതിന് പോവാന്ന്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം ഒരു പേപ്പറും പേനയായിട്ട് വന്നിട്ട് എവിടുന്ന് പുള്ളി തന്നെ പോയി പേപ്പർ എടുത്തുകൊണ്ട് വന്നു. എന്തൊരു സിമ്പിളാന്ന് ആലോചിച്ച് നോക്കി. വേറെ ആരെങ്കിലാണ് ഒരു പേപ്പർ എടുപ്പാന്ന് പറഞ്ഞാൽ 10 ഒരു ബുക്കും കൊണ്ട് ഓടി വരുന്ന ഒരു കമാൻഡുള്ള മനുഷ്യനല്ലേ. റോമയ്ക്ക് ചോക്ലേറ്റില് കോട്ടയം ഭാഷ പറഞ്ഞിട്ടുണ്ട് കുറച്ചവിടെ. അത് എൻ്റെ കഥാകൃത്ത് നമ്മുടെ സച്ചിയാണ് എന്നെ ഗൈഡ് ചെയ്തത്. എനിക്കും കൃഷ്ണേന്ദ്രനും കൂടെ അനിയത്തി പ്രാവില് അതൊരു ഷെയർ ആയിട്ട് 2 പേർക്കും കൂടെയുള്ള ഒരു അവാർഡായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തടുത്ത വർഷങ്ങളിൽ ആണുങ്ങൾക്ക് കൊടുത്താൽ പെണ്ണുങ്ങൾക്കില്ല, പെണ്ണിന് കൊടുത്താൽ ആണിനില്ല, അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലായി മാറി. പിന്നെ പിന്നെ ചില സമയത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവാർഡേ ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചില പടങ്ങളൊക്കെ ഞാൻ ഡബ് ചെയ്യുമ്പം പുറകിലിരുന്നിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയതും കുത്തിയതും അങ്ങനെയൊക്കെയുള്ള അനുഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ചിലതൊന്നും നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അനിയത്തി പ്രാവില് ഡബ് ചെയ്യുന്നതിന് മുമ്പ് ആ സീന് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വന്നിരുന്നു. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കിപ്പം ശ്രീജ ചേച്ചിയാണുള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പം പുതിയ വിശേഷം മോഹിനിയാട്ടമാണ്. അതിനു മുമ്പ് നമുക്ക് 50 വർഷത്തെ ചേച്ചിയുടെ ജേർണിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. 50 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. 50 വർഷം 2000-ലധികം സിനിമകൾ, അതെന്ന് പറഞ്ഞാൽ വലിയൊരു ജേർണിയാണ്. അത് മലയാളത്തിൽ ഒതുങ്ങുന്നതല്ല, തമിഴിൽ ഒതുങ്ങുന്നതല്ല, അത് വലിയൊരു യാത്രയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഓർമ്മ? ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് ദൈവമേ നന്ദി എല്ലാറ്റിനും എന്നേ തോന്നുള്ളൂ. കാരണം എവിടെ നിന്നോ തുടങ്ങി ഈ യാത്ര ഒരുപാട് പ്രശ്നങ്ങളിലും കഷ്ടപ്പാടിൽ നിന്നും തുടങ്ങി ഇവിടെ വരെ ഇന്നെത്തി. തിരിഞ്ഞു നോക്കുമ്പം ഇത്രയ്ക്കൊക്കെ നമ്മൾ അർഹിക്കുന്നുണ്ടോ ദൈവമേ, നീ ഇതെല്ലാം തന്നല്ലോ, സന്തോഷം, നന്ദി എന്ന് മാത്രമേ തോന്നുള്ളൂ. അല്ല, എല്ലാവർക്കും ഒരു തുടക്കം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. മാമിന് അത് കിട്ടിയത് അച്ഛൻ അമ്മ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ അമ്മക്കൊക്കെ പോയിരുന്ന് അഭിനേത്രിയായിട്ട് തുടങ്ങി. ആ ഒരു തുടക്കം അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും ഒരു ഓർമ്മ, അങ്ങനെ എന്തെങ്കിലും മനസ്സിലങ്ങനെ? അഭിനയിക്കുന്നത് 1973-ലാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അഭിനയിക്കാൻ ഒരു ഓഡിഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഒരുപാട് കുട്ടികൾ, എൻ്റെ ഇളയ ആങ്ങള ജ്യോതിഷ് കുമാർ ഉണ്ടായിരുന്നു, പിന്നെ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു, നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എനിക്ക് പ്രത്യേകം അന്ന് നോട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് അത്രയും കുട്ടികളുടെ ഇടയ്ക്ക് ഭാഗ്യലക്ഷ്മി വേറെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രോർഡിനറി ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. നല്ല കളറും നല്ല ഭംഗിയൊക്കെ ആയിട്ട് ഒരു സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് ആ അത്രയും കുട്ടികളുടെ ഇടയിൽ പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന ഒരു ഫിഗറായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ കണ്ണിൽ അന്ന് ഭാഗ്യലക്ഷ്മി ഉണ്ട്. അന്നും ഇന്നും അവൾ സുന്ദരിയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആ ഒരു ഓർമ്മ, എനിക്കൊരു ഓഡിഷന് പോയ ഓർമ്മയുണ്ട്. അതിൽ മനസ്സ് എന്ന് പറഞ്ഞ ഒരു പടമായിരുന്നു. അതിൽ ഒരു സോങ് സീക്വൻസിൽ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും കളിക്കുന്നതും എന്തൊക്കെയോ സ്റ്റെപ്സൊക്കെ പറഞ്ഞു തന്നു തോന്നുന്നുണ്ട്. പക്ഷെ ആ പടം യൂട്യൂബിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. പക്ഷെ അത് തപ്പിയിട്ട് കിട്ടിയില്ല. കിട്ടിയാ പറയണേ, ഞാൻ പറയാം, നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ രാത്രിയിലെ യാത്രക്കാർ, പെണ്ണായി പിറന്നാൽ, സ്റ്റണ്ടില്ല, സെക്സില്ല, ഈ യുഗം, അങ്ങനെ ബാലതാരായിട്ട് കുറച്ച് പടങ്ങൾ. അതിനോടൊപ്പം തന്നെ ഡബ്ബിംഗ് ഉണ്ടായിരുന്നില്ലേ? ഡബ്ബിംഗ് ഉണ്ടായി. ഡബ്ബിംഗ് 75-ൽ തുടങ്ങി. 75-ൽ ചുമ്മാ മൈക്കിൻ്റെ മുമ്പിൽ എന്താ പറയുക, ഉത്തരായണം, അതാണ് സ്റ്റാർട്ടിങ്. ഗാൽബർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. എൻ്റെ അമ്മയുടെ പേര് കണ്ണൂർ നാരായണി. അമ്മ ആർട്ടിസ്റ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ കൂടെ ഞാൻ, എൻ്റെ ഇളയ ആങ്ങള ജ്യോതിഷ് കുമാർ, നമ്മളെ കുഞ്ഞു കുട്ടികളാണ്. പിന്നെ എൻ്റെ നേരെ മൂത്ത ഏട്ടൻ റസിക് ലാൽ, ബേബി എന്ന് വിളിക്കും. ഞങ്ങൾ 3 പേരുമാണ് അന്നത്തെ ഒരു ക്രൗഡിന് വേണ്ടി പോയത്. അപ്പോൾ ആ പടത്തിൽ
ചുമ്മാ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് പിള്ളേർ ഓടുന്ന രീതിയിൽ ഇങ്ങനെ കാപ്പറ്റിലിങ്ങനെ ഓടി ബഹളം വെക്കലും ചിരിയും അങ്ങനെയൊക്കെയുള്ള ഒരു സീക്വൻസ് എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ അതിനകത്ത് വല്ലതും ചെയ്തോന്നും അറിയില്ല. അതായിരുന്നു ഫസ്റ്റ് മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതായിരുന്നു തുടക്കം. അഭിനയത്തിലേക്ക് പിന്നെ കണ്ടുകൊണ്ടെന്നുള്ള സിനിമയിലൊക്കെ അത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ഒരുപാട് ഡബിങ്ങിൽ തന്നെയായിരുന്നു ബിസി ആയിരുന്നത്. അതെന്നെ ഒരു പ്രൊഫഷൻ പോലെ +2 ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി വേറെ ജോലിക്കൊന്നും പോണ്ട ഇത് തന്നെ എന്നുള്ള രീതിയിൽ. ഇതിന്റെ ഇടയിൽ എവിടെയായിരുന്നു പഠനമൊക്കെ? എങ്ങനെയായിരുന്നു പഠനം? ചെന്നൈയിലായിരുന്നു, ഫാറ്റിമ കോൺവെന്റിലാണ് പഠിച്ചത്. കോടമ്പക്കത്ത് LKG അല്ല, എനിക്കൊന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടായിരുന്നു. LKG UKG ഒക്കെ കുറച്ച് കണ്ണൂരിലാണ് ഞാൻ ജനിച്ചത്. അവിടെ സെൻറ്റ് തെരേസസിൽ പഠിച്ചിരുന്നു. പിന്നെ അവിടെ ചെന്നൈയിൽ പോയിട്ട് ഈ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അമ്മ അവിടെ എന്താണ് pre-KG കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ട് അവരെ എനിക്ക് ഫ്രീ എഡ്യൂക്കേഷൻ തന്നു. അപ്പോൾ ആ സ്കൂളിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു തുടക്കം. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ചെറിയ കുട്ടികളുടെ വോയിസ്, ബിറ്റ് വോയിസ്, പിന്നെ ക്രൗഡ് വോയിസ്, അപ്പുറത്തെ വീട്ടിലെ പെണ്ണ്, ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണ്, അനിയത്തി, ചേച്ചി, അങ്ങനെ ജോലിക്കാരി, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഡബ് ചെയ്യായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ബേബി ശാമിലി, ബേബി ശാലിനി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ശാലിനി, മാസ്റ്റർ വിമൽ, മാസ്റ്റർ പ്രശോ, പിന്നെ അപ്പൂസ്ല കുട്ടി, ചൈതന്യ, ബേബി അഞ്ജു, ഇങ്ങനെ കുറേ കുട്ടികൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ബേബി പ്രീത ഒക്കെ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇളനീർ എന്ന് പറഞ്ഞ പടമാണ് 1981 തോന്നുന്നു നായികയ്ക്ക് ഡബ് ചെയ്തത്. പക്ഷെ അത് നായികയ്ക്ക് ഡബ് ചെയ്തു എന്നുള്ള ഒരു പ്രത്യേകത ഒന്നും നമുക്കറിയില്ല. നമ്മളന്ന് ഇതൊരു ജീവിത മാർഗമായിട്ട് നമുക്ക് കാശ് കിട്ടുന്നു, പോകുന്നു, ഡബ് ചെയ്യുന്നു, വരുന്നു എന്നല്ലാതെ ഇതൊരു പ്രൊഫഷനാണ്, ഇത് ഭയങ്കര ഒരു കലാപരമായിട്ടുള്ള സംഭവമാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതൊന്നും അറിയില്ല. നമ്മൾ സീനിയേഴ്സിനെ കാണുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സായി ആരെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നു, പറഞ്ഞു തരുന്നു, നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ വേറെ അതിനെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ ഇതിനെ കാണുന്ന ആ ഒരു രീതിയിൽ ഇതിൻ്റെ ഒരു മഹത്വം, ഈ ഒരു ക്രാഫ്റ്റ് ഡബ്ബിങ് എന്തുമാത്രം ഒരു ആർട്ടിസ്റ്റിന് ജീവൻ കൊടുക്കുന്ന ഒരു സംഭവമാണെന്നൊന്നും അന്ന് അറിയില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല, അറിയില്ല അന്ന്. അതാണ് ഗോ വിത്ത് ദ ഫ്ലോ ആണ് അന്നും ഇന്നും അത് തന്നെയാണ് സംഭവം. പക്ഷെ ഇന്ന് ഇതിൻ്റെ മൂല്യം നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്താണ്, അത് എന്തുമാത്രം നമുക്ക് ഇംപ്രവൈസ് ചെയ്യാം, ഒരു ക്യാരക്ടർ നന്നാക്കാനും പറ്റും, ഒരു ക്യാരക്ടർ നശിപ്പിക്കാനും പറ്റും. ഇതിൻ്റെ എല്ലാം പ്ലസ് ആൻഡ് മൈനസ് നമ്മൾ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയതാണ്. അല്ല, ഇപ്പൊ പറയുമ്പോൾ ചേച്ചി പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചേച്ചിയായിട്ട് ഇൻപുട്ട് ഇട്ടതായിട്ട് പറയുന്നില്ല, ചേച്ചി അതിനൊപ്പം പോയിന്ന്. പക്ഷെ നമുക്കത് പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു മാജിക്കാണ്. ഭാഷ അറിയാത്ത ഒരാൾ വന്നിട്ട് ചുണ്ടനക്കുന്നു, അതിന് ആ ഇമോഷൻസ് മനസ്സിലാക്കി ചേച്ചി ശബ്ദം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതൊരു മാജിക്കാണ്. അതെങ്ങനെ സാധിക്കുന്നത്? അത് ഒരേ ടൈം പീരീഡിൽ പല നായികമാർക്കും കൊടുത്തപ്പോൾ ദിവ്യ ഉണ്ണി, മഞ്ജു വാര്യർ. അപ്പോൾ അതൊന്നും നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലത്തെ ശബ്ദമല്ല. ദിവ്യ ഉണ്ണിന്റെ ശബ്ദം ദിവ്യ ഉണ്ണിക്കാണ്, മഞ്ജു അതിനെങ്ങനെയാണ് പറ്റുന്നത്? അത് ശരിക്കും നമ്മൾ വോയിസ് മാറ്റുന്നു. ഞാൻ വോയിസ് മാറ്റുന്നൊന്നുമില്ല. ഇപ്പോൾ ശാലിനിയെ കാണുമ്പം ശാലിനിയുടെ ടോണും അവരുടെ ബോഡി ലാംഗ്വേജും വെച്ച് നമ്മൾ ഡബ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ട്രാക്കിലേക്ക് അങ്ങ് വീഴും. കുറച്ച് ഷാർപ്പാണല്ലോ അവരുടെ വോയിസ് തന്നെ. ഇപ്പോൾ കാവ്യക്ക് ഡബ് ചെയ്യുമ്പോൾ അതുമല്ല, കാവ്യ കുറച്ച് അയ്യോ സോറി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്റ്റൈലാണല്ലോ അവള്. എന്തൊക്കെയോ അങ്ങനെയുള്ള ഗോഷ്ടിയൊക്കെ കാണിച്ച് നല്ലൊരു ലൈവ്ലി ആക്കും. നാച്ചുറൽ ആണല്ലോ അവള്. അയ്യടാ എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ശാലിനിയുടെ പടങ്ങളൊന്നും അങ്ങനെ നമ്മൾ കാണില്ല, വേറൊരു സ്റ്റൈലാണ് അവരുടെ, ഒരു സ്ലോ. അതെ. അപ്പൊ അയ്യടാന്ന് അവരുടെ വായ നോക്കി നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ ആകും. അപ്പൊ നിങ്ങൾക്ക് കാവ്യ ഡബ് ചെയ്ത പോലെ തന്നെ തോന്നും. അതാണ് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഇസ് ദ മാജിക്. നമ്മൾ ആ ബോഡി ലാംഗ്വേജിനനുസരിച്ച് നമ്മൾ വോയിസ് അങ്ങനെ ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആക്ടിങ്ങോട് കൂടി സിങ്ക് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആവുന്നതാ. ഇപ്പൊ അന്യഭാഷാ നടിമാർക്ക്, അതായത് ഇപ്പൊ ഹിന്ദി എന്നൊക്കെ വന്ന നടിമാർക്കും ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? അവർക്ക് തീരെ ഇതുണ്ടാവില്ലല്ലോ, ലാംഗ്വേജ് അറിയില്ല, ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ റോമയ്ക്ക് ഡബ് ചെയ്തപ്പോഴും അതുണ്ടായിരുന്നു. പിന്നെ ജൂഹി ചാവ്ല, കത്രീന കൈഫിന് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പുള്ളി. അവരുടെ പൈലറ്റ് ട്രാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം അവർ മലയാളമാണ് പറഞ്ഞതെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം അറിയില്ല. ഇപ്പം ഞാനും പോയിട്ട് വല്ല പിന്നെ കന്നഡ ഒക്കെ പറയുമ്പം
ഇതായിരിക്കും കന്നഡക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറ്റം പറയല്ല, അവരത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുപോലെ ജൂഹി ചാവളയുടെ ഹരി കൃഷ്ണൻസിൽ ഡബ് ചെയ്യുമ്പോഴും കുറേ സ്ഥലത്ത് അവർ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് 1 2 3 അതിൽ ഫാസിൽക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ 1 2 3 ABC ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അത് ആ ടൈമിങ്ങിന് ഇദ്ദേഹം ഫാസിൽക്ക പറഞ്ഞ് പഠിപ്പിച്ചിട്ട്, പക്ഷെ ആ പ്രോസസ്സൊക്കെ കറക്റ്റ് ആയിരിക്കും. അത് നമ്മൾ വിചാരിക്കും ഈശ്വര ഇതെങ്ങനെയാണ് ഡബ് ചെയ്യുക, ഇവർ ഹിന്ദിയല്ലേ പറഞ്ഞു തരും, പക്ഷെ ആ ഫാസിൽക്ക കറക്റ്റായിട്ട് അതുപോലെ പറഞ്ഞു തരും. ഇതാണ് ഇന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് ഫോളോ അപ്പ് എടുത്താൽ മതി, വേറെ ഒന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഇവരിങ്ങനെ കുറച്ച് വലിച്ചു പറയുമല്ലോ. ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ എല്ലാവരുടെയും സ്പീഡ് കൂടുമല്ലോ. ദേഷ്യത്തിൽ നമ്മൾ സ്ലോ ആയിട്ട് ദേഷ്യം നമുക്ക് വരുമ്പോൾ കൂടുമല്ലോ. അപ്പൊ അത് അവര് മുറിച്ച് സ്ലോ ആയിട്ട്. ഇപ്പൊ റോമയുടെ എനിക്ക് നോട്ട്ബുക്ക് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ആ കുട്ടി ഡയലോഗ് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡയലോഗ് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ എന്താ അറിയോ, നീ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്, നീ എങ്ങോട്ടാ പോകുന്നത് എന്നായിരിക്കും അവർ പറയുന്നത്. അത് പഠിപ്പിക്കുന്ന അവർ പഠിച്ച് വന്നതിൻ്റെ മിസ്റ്റേക്കും കൂടി ആയിരിക്കാം. ബിക്കോസ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഇങ്ങനെയാണ് അത് കൊളോക്കിയലായിട്ട് പറയുമ്പോൾ ഈ സ്പീഡിൽ ഇങ്ങനെ വേണം, അത് ചില വാക്കുകളൊക്കെ തേഞ്ഞു മാഞ്ഞൊക്കെ വരുമല്ലോ. അതങ്ങനെ വരാതിരിക്കുമ്പം പിന്നെ നമുക്ക് കുറച്ച് പാടാണ്. അപ്പം അതിൻ്റെ ആ ഇമോഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് നീ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ അത് ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇടേണ്ടി വരും. പക്ഷെ അത് അറിയാത്ത രീതിയിൽ ഇടുമ്പോൾ നാച്ചുറലായിട്ട് തോന്നും. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ആ നായികയുടെ മുക്കലും മൂളലും പോലും ചേച്ചി ഒപ്പിയെടുക്കുന്നത് പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് ആ വരുന്നത്. പിന്നെ ഈ പ്രായം, ചേച്ചിയുടെ പ്രായം എന്നുള്ളതല്ല, ചേച്ചി ഗീതുവിന് ബേബി ശാലിനിക്ക് തുടങ്ങിയിട്ട് ബേബി ശാലിനി അവർക്ക് ഇപ്പം ചേച്ചിന്റെ അടുത്ത് ഞാൻ സ്പോട്ടിൽ ഡബ് ചെയ്യാൻ പറഞ്ഞാലും ചേച്ചി ചിലപ്പോൾ എനിക്ക് ഡബ് ചെയ്ത് തരുമായിരിക്കും. പക്ഷെ ആ ശബ്ദത്തിനൊരു പ്രായം ഉണ്ടല്ലോ, അത് എങ്ങനെയാ ബാലൻസ്? അത് അവിടെ ചോദിക്കണം ഭഗവാനെ. അതെനിക്കറിയില്ല. ശബ്ദം ഇതിപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. ഇപ്പം നാളെ 61 പൂർത്തിയാവും. നാളെ എന്ന് പറഞ്ഞാൽ 7th. അപ്പോൾ എൻ്റെ ശബ്ദം ഒരു 61 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്യാൻ പോയാൽ, ഒരു 60 വയസ്സുള്ള ആൾക്ക് ഡബ് ചെയ്യാൻ പോയാൽ ഞാൻ മിസ്മാച്ച് ആവും, റിജക്റ്റഡ് ആവും എൻ്റെ വോയിസ്. അമ്മമാർക്ക് പോലും ഇനി കുറച്ചുകൂടെ ബേസ് വേണം എന്ന് പറയും. എൻ്റെ ശബ്ദം എനിക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്ത് കരനെ ആവശ്യമുണ്ട്. ഞാൻ അതിൽ അഭിനയിച്ചപ്പോൾ അതിനെ ഡബ് ചെയ്യാൻ വേണ്ടി അനൂപ് ഡയറക്ടർ പറഞ്ഞു ശ്രീ ചേച്ചി എന്നെ ഡബ് ചെയ്താൽ മതി എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നായികമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഡബ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ശബ്ദം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെന്നാ ഒരു ത്രില്ലുള്ളത്. ഭയങ്കര ഒരു സങ്കടം തോന്നി. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി എന്നെ ഡബ് ചെയ്താൽ മതി. പലരും പറഞ്ഞു ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കണ്ട, കാരണം കാവ്യയുടെ ഒരു സൗണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ അതിശയം ഞാനിപ്പോഴും വണ്ടർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ ശാലിനിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, ദിവ്യ, ഉണ്ണി, മഞ്ജു വാര്യർ, കാവ്യ, പിന്നെ എത്രയോ നായികമാർ, ഒരു 150-200 നായികമാർക്ക് ഡബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മറ്റുള്ളവർക്ക് ഡബ് ചെയ്യുമ്പോൾ, മറ്റുള്ള നായികമാർക്ക് ഡബ് ചെയ്യുമ്പം ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അത് കാവ്യയുടെ വോയിസ് ആണ്, കാവ്യയെ പോലെ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. റോമയ്ക്കും നയൻതാരയ്ക്കും എല്ലാവർക്കും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഡബ് ചെയ്തപ്പോൾ ഇത് കാവ്യയുടെ ശബ്ദമാണ്, കാവ്യയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ കാവ്യക്ക് ഡബ് ചെയ്യുന്ന ആള് ഡബ് ചെയ്യിച്ചതാണ്, എന്തിനാ ഈ തള്ളയ്ക്ക് ഇത്ര നല്ല വോയിസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമന്റ്സ്. പക്ഷെ അത് ഓരോരുത്തർ പിന്നെ എന്താ പറയാ, കാവ്യയുടെ വോയിസ് ആയിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നത് വെച്ചാൽ എൻ്റെ ക്യാരക്ടർ അതിൽ കുറച്ചൊരു ഔട്ട് സ്പോക്കൺ ആയിട്ട് ഉള്ളതാണല്ലോ, ഒരു പോളിഷ്ഡ് ഒന്നല്ല, ഭയങ്കര ഒരു കാഷ്വൽ ഇതാണല്ലോ. അപ്പൊ കാവ്യയുടെ പ്രസന്റേഷൻ കൂടുതലും അങ്ങനെയാണ്, എല്ലാ പടങ്ങളും വളരെ നാച്ചുറലായിട്ട് പറയുന്ന ഒരു മോളല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് പിടിച്ചു. കാവ്യയുടെ വോയിസ്, ആ ബോഡി ലാംഗ്വേജും ചേച്ചിയുടെ കഥാപാത്രം തമ്മിൽ നല്ല മാച്ച് ഉണ്ടായിരുന്നു. കഥാപാത്രം എന്നല്ല, വോയിസ്, അവരുടെ പ്രസന്റേഷൻ. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെയല്ലേ. ഇപ്പൊ വേറെ മറ്റു നായിക എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം ഇങ്ങനെ ചോദിക്കുന്നത്, എന്തൊക്കെയുണ്ട് കാര്യങ്ങളിലും കൊച്ചുണ്ണേട്ടാ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് ഇവളെ കുറിച്ച് തുറന്ന് പറയുന്ന ഓട്ടത്തിലല്ലേ. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അല്ലേ കൂടുതലും കാവ്യ ചെയ്തിട്ടുള്ളത്, ഒരു നാടൻ പെണ്ണിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അതൊരു റെഫറൻസ് തോന്നിയിട്ട് അങ്ങനെ കമൻസ് വന്നത്. അപ്പോൾ എനിക്ക് പ്രായമുള്ള ആൾക്കാർക്ക് ഡബ് ചെയ്യുമ്പം ഇതൊരു
മിസ്മാച്ച് ആയിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിക്കും തോന്നാറുണ്ട്. കാരണം അങ്ങനെ വോയിസ് ഭാഗ്യത്തിന് പ്ലസോ മൈനസോ ദൈവം അനുഗ്രഹിച്ചിട്ട് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നേ, ഇപ്പം ഗായകന്മാർക്കാണെങ്കിൽ ശബ്ദം നിലനിർത്തുന്നത് സാധകം ചെയ്തിട്ടാണ്. ഇപ്പൊ അഭിനേതാക്കളാണെങ്കിലും അതിന് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും കാര്യമൊക്കെ ഉണ്ടാവും. ഈ ഒരു ശബ്ദം ഇങ്ങനെ കൊണ്ടുപോകാൻ ചേച്ചിയുടെ പ്രാക്ടീസ് എന്താണ്? ഒന്നും പ്രാക്ടീസ് ഇല്ല. പ്രാക്ടീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്ഥിരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സിംഗേഴ്സിന് എന്താ വെച്ചാൽ അവര് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വോയിസ് റെസ്റ്റ് എടുക്കുമെന്നൊക്കെ. ചില സിംഗേഴ്സിന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് സമീപിക്കുമ്പോൾ ഇന്ന് ചേച്ചി വോയിസ് റെസ്റ്റ് ആണ്, ഇന്ന് മിണ്ടില്ല, ഇന്ന് അങ്ങനെ ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ പറ്റും. നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഡെയിലി എന്ന് പറയുന്ന പോലെ വർക്കാണല്ലോ. അപ്പോൾ ഓരോ പടത്തിൽ നമുക്ക് സ്ക്രീമിങ് ഉണ്ടാവും, കരച്ചിലുണ്ടാവും, ചിരി ഉണ്ടാവും, അല്ലെങ്കിൽ ഒച്ചത്തിൽ ബഹളം വെച്ച് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ത്രോട്ട് റെസ്റ്റ് എടുക്കേണ്ട അവസരങ്ങൾ എപ്പോൾ വരും എന്ന് വെച്ചാൽ സ്ക്രാച്ച് ആവും. നമ്മൾ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ലേ, നോഡ്യൂൾസ് ഒക്കെ അല്ല അവിടെ. അപ്പം ഒരുപാട് ബഹളം വെച്ച് നമ്മൾ സ്ക്രീം ചെയ്തെന്ന് വെച്ചോ, സ്ക്രീമിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചുമ വരും, അവിടെ സ്ക്രാച്ച് ആവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 1-2 ദിവസം നമ്മൾ വോയിസ് റെസ്റ്റ് കൊടുത്താലേ ഈ ഒരു ഇതൊക്കെ പാച്ച് ആവും, അതൊക്കെ ഒന്ന് റിക്കവർ ആകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതല്ലാതെ ത്രോട്ട് റെസ്റ്റ് ഒരു പടം കഴിയുമ്പോൾ ത്രോട്ട് റെസ്റ്റ് അങ്ങനെയൊന്നും ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റും എടുത്തിട്ടുണ്ടാവില്ല. തമിഴിൽ എങ്ങനെയാണ് ഡബ്ബിങ് വരുമ്പോൾ? തമിഴില് ഞാൻ ചെയ്തിട്ടുള്ളത് ശാലിനി, ദേവയാനി, സുവലക്ഷ്മി, രംഭ, ലൈല, രോജ, പിന്നെ പുതുമുഖ നായികമാർ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്. നയൻതാരയുടെ തുടക്കം മുതൽ പിന്നീട് അത് മോളെ ഏറ്റെടുക്കുകയുണ്ടായി. ആ ഒരു നയൻതാരയായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ഒരു ഡബ്ബിങ്ങിൽ അവർ തുടക്കം മുതലേ ചേച്ചിയുടെ ശബ്ദത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ, തുടക്കം ഇതില്ല മനസ്സിനക്കരെ. അതിലെനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡല്ല, ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള 2-3 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. 4 ഇപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ടെലിവിഷൻ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. അപ്പം 5 കേരള സ്റ്റേറ്റ് അവാർഡ്, ഒരു തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്. അങ്ങനെ അത് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ബോഡി ഗാർഡ് വരെ അവർക്ക് എൻ്റെ ശബ്ദമുണ്ട്. ബോഡി ഗാർഡിൽ മാത്രം ഭാഗ്യലക്ഷ്മി ഞാൻ 2 പേരും കൂടെയാണ് ഡബ് ചെയ്തത്. ഫോൺ കോൾസും ലവ് ട്രാക്കൊക്കെ ഫോൺ കോൾസിലൂടെയുള്ള ഇത് ഉണ്ടല്ലോ, 2 ഇതല്ലേ. പ്രസൻസിൽ ലൈവിൽ വരുന്നത്, കറണ്ടിൽ ലൈവായിട്ട് വരുന്നത് ഭാഗ്യലക്ഷ്മിയുടെ വോയിസും, പിന്നെ ഫോണിലൂടെ പുള്ളിയുടെ അടുത്ത് പ്രേമം അഭിനയിക്കല്ല, ആ സംസാരങ്ങളെല്ലാം എൻ്റെ വോയിസാണ്. അതല്ലാതെ അതുവരെ ഉള്ളത് എൻ്റെ ശബ്ദമായിരുന്നു. പിന്നെ നയൻതാര ആ വിസ്മയത്തുമ്പത്ത് ഡബ് ചെയ്യുന്ന സമയത്ത്, അത് എനിക്കൊന്ന് സെക്കൻഡ് ഫിലിമാണെന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ, ലാലേട്ടനോട്. അപ്പോൾ ആ ഡബ്ബിങ് റിയാൻ സ്റ്റുഡിയോയിൽ നടക്കുമ്പം അതിൻ്റെ മാനേജർ എന്നെ ഫോണിൽ കണക്ട് ചെയ്തിരുന്നു അവരെ. അപ്പം സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വാ ഇങ്ങോട്ട് വരൂ, ഇവിടെ വന്ന് ഡബ്ബിങ് ഇരുന്ന് കാണാലോ. പറഞ്ഞു, അയ്യോ ഇല്ല ചേച്ചി, എനിക്ക് പേടിയാണ്, ഞാൻ എങ്ങനെ അഭിനയിച്ചിട്ടുള്ളത്, എനിക്ക് തന്നെ അത് കാണാനുള്ള ശക്തിയില്ല, ധൈര്യമില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടിമിഡ് ആയിട്ടുള്ള ഒരു നയൻതാരയുടെ സംസാരമായിരുന്നു ഞാൻ അന്ന് കേട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 ഒക്കേഷൻസിന് അവരെ കണ്ടു എന്നല്ലാതെ ചുമ്മാ ഫോട്ടോ എടുത്തു, നമ്മൾ ജസ്റ്റ് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ഡബ് ചെയ്തിരുന്നുള്ള കണക്ഷൻസ് അല്ലാതെ വേറെ കൂടുതൽ കണക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇത് ഭാസ്കർ ദി റാസ്കൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് സിദ്ദിഖേട്ടൻ വിളിച്ചിട്ട് ഞാൻ എറണാകുളത്തേക്ക് വരുമ്പം, ചെന്നൈയിലാണ് ഞാൻ താമസം, വരുമ്പം മോൾ അന്ന് ഫ്രീ ആയിരുന്നു, 1-2 ദിവസം ഫ്രീ ആയിരുന്നു. അപ്പം അവള് ബോറടിക്കണ്ടല്ലോ, ഞാൻ പറഞ്ഞു ശരി മോളും കൂടെ വാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. നയൻതാരയുടെ സീൻസ് ഇട്ട് ഒരു സീനിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഭയങ്കര ചേഞ്ച്. നയൻസിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടതിലും ഇത് ഡ്രാസ്റ്റിക് ചേഞ്ച്, അത്രയ്ക്കും ഒരു പേഴ്സണാലിറ്റി മാറിയിരിക്കുന്നു. അവർ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സ്വീറ്റ് ആയിരിക്കുന്നു, ഭയങ്കര ഒരു പ്രിറ്റി ലുക്ക് കൂടി. അല്ലെങ്കിൽ അവർ പ്രിറ്റിയാണ്, എന്നാലും ഭയങ്കര ഒരു ഗോർജിയസ് ലുക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വോയിസിനെക്കാളും മോളുടെ വോയിസ് കുറച്ചുകൂടെ ഒരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ട് അവൾക്ക്. എൻ്റെ വോയിസ് പോലെ അല്ല അവളുടേത്. എൻ്റെ ഒരു നാടനും എല്ലാത്തിനും പറ്റും, അവളുടെ കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള വോയിസാണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ സിദ്ദിഖേട്ട ഇത് മോള് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ അവൾ തമിഴിൽ ഒരുപാട് നായികമാർക്ക് ഡബ് ചെയ്ത് തുടങ്ങിയിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സിദ്ദിഖേട്ടൻ പറഞ്ഞു, അയ്യോ അത് ശരിയാവില്ല ശ്രീജ, ഇതിൽ ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ്, അത് മെച്യൂരിറ്റി വേണം, അവൾ കുഞ്ഞല്ലേ, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒന്ന് വെറുതെ ഒന്ന് ശ്രമിച്ച് നോക്കാം, എന്നിട്ട് ശരിയാവുന്നില്ല ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഡബ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖയ്ക്ക് എഡിറ്റിങ്ങിന് പോകണമായിരുന്നു. അപ്പോൾ പറഞ്ഞു ശരി ഞാനന്ന് എഡിറ്റിങ്ങിൽ പോയിട്ട് വരാം, അപ്പോഴേക്കും ഒരു സീന് നീ ഡബ് ചെയ്ത് വെക്ക്, ഞാൻ വന്നിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സീന് മോളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് വെച്ചു. അപ്പോൾ പുള്ളി എഡിറ്റിങ്ങിൽ പോയി തിരിച്ച് വന്ന് കണ്ടപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അസിസ്റ്റൻസിനോടൊക്കെ ചോദിച്ചു, കൊള്ളാമല്ല ഇത്, കൊള്ളാമല്ല ഇത്, ബെറ്റർ ആണല്ലേ, ഞാൻ ഡബ് ചെയ്തിട്ടില്ല, ഇത് നന്നായിരിക്കുന്നില്ലേ, ആ ഒരു ഫിഗറിന് നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അതെല്ലാവരും കൂടെ പറഞ്ഞു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ കണ്ടേ, അപ്പം നമുക്കൊരു ചെറിയ ജഡ്ജ്മെൻ്റ് ഇല്ല. ഇപ്പം എൻ്റെ വോയിസ് പറ്റാത്തതാണെങ്കിൽ ഞാൻ കയറി ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുപോലെ നിരീക്ഷണം ഉണ്ടല്ലോ, നമുക്ക് ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു ഫിഗറിന് ഇങ്ങനത്തെ വോയിസ് ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഇതുണ്ടല്ലോ. ചേച്ചി അങ്ങനെയാണല്ലോ ഓരോരുത്തർക്കും ശബ്ദം കൊടുത്തത്. അതെ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇക്ക പറഞ്ഞു ശരി എന്നപ്പം ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇരിക്കില്ല, അസിസ്റ്റൻസും ആരും തലയിടില്ല, ശ്രീജ തന്നെ ഇരുന്ന് കണ്ടക്ട് ചെയ്യണം, മെച്യൂരിറ്റി പോകരുത്, കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു ശരി ഞാൻ ഏറ്റു, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നിട്ടാണ് മോൾക്ക് അത് പറഞ്ഞു കൊടുത്ത്. കാരണം അവളും പ്രായം കുറവായിരുന്നല്ലോ. അപ്പം അത് കണ്ടക്ട് ചെയ്ത് മോൾ അത് ഡബ് ചെയ്തു. ഇക്ക വന്ന് ഫുൾ ഇരുന്ന് കണ്ടു. ഒറ്റൊരു സീനാണ് റീഡബ് ഉള്ളത്, അതായത് ദേഷ്യം കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കുറഞ്ഞു പോയി, അത് ഇച്ചിരി കൂടെ ഒരു ഡിഗ്രി ആവാം അവിടെ എന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ ഒരു കറക്ഷൻ ഉണ്ടായില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു. പിന്നെ അവിടെ നിന്ന് മോള് നയൻതാരയ്ക്ക് 1-2 പടങ്ങളൊക്കെ ചെയ്തു. തമിഴില മോളല്ല, തമിഴിൽ ദീപ വെങ്കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അതിന് മുമ്പ് സവിതയും ചെയ്തിരുന്നു തോന്നുന്നു. ദീപ വെങ്കട്ടാണ്. ഇപ്പം ഇവർ കുറച്ച് മെച്യൂർഡ് റോൾസ് ആണല്ലോ ചെയ്യുന്നത്, ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വിമൻ സെൻട്രിക് റോൾസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദീപ വെങ്കട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ആർട്ടിസ്റ്റാണ്, നല്ല ഡബിങ് ആർട്ടിസ്റ്റാണ്, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൾക്ക് ആഡ്സും കാര്യമൊക്കെ വരുമ്പം നയൻസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട്, ആ കമ്പനി വിളിച്ചിട്ട് അവർ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് മോള് ചെയ്യാറുണ്ട്. ഇപ്പൊ പറയുമ്പോ ശബ്ദം കൊണ്ട് അഭിനയിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഈ നായികമാരൊക്കെ എത്ര എക്സ്പ്രഷൻ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങൾ വരുമ്പോഴാണ് ഒരു അഭിനയം പൂർണ്ണമാകുന്നത്, അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ചേച്ചി എത്രത്തോളം അഭിനയിക്കാറുണ്ട് ആ ഒരു കഥാപാത്രമായിട്ട്? അത് എല്ലാവരും അഭിനയിച്ച് പറഞ്ഞാലേ, നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ സ്വയം അത് ഇൻവോൾവ് ചെയ്ത് അഭിനയിക്കുന്ന പോലെ ആ മൈക്കിന് പക്ഷെ നമുക്ക് പരിധിയുണ്ട്. അതെ, ആ ഒരു മൈക്കിൻ്റെ മുമ്പിൽ ഒരുപാട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഓഫ് മൈക്ക് ആയി പോവല്ലോ, സൗണ്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബോധം നമുക്ക് വേണം മൈക്കിൻ്റെ മുമ്പിലാണെന്ന്. പക്ഷേ അവർ എന്ത് ചെയ്താലും ഇപ്പോൾ അവർ പിടിക്കുകയാണ്, വലിക്കുകയാണ്, അല്ലെങ്കിൽ കരയാണ്, വീഴുകയാണ്, എന്താണെങ്കിലും നമ്മൾ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നിട്ടേ അഭിനയിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ, ഫീൽ ചെയ്ത് ഡബ് ചെയ്താൽ മാത്രമേ വോയിസിൽ അത് വരൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തത് ഇപ്പോൾ തന്മാത്രയിലെ വേഷമൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെ കരയിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ചേച്ചിക്ക് എത്രത്തോളമായിരുന്നു അത് കാണുമ്പോൾ? എനിക്ക് സത്യം പറഞ്ഞാൽ തന്മാത്രയിൽ ഞാൻ ആ ക്യാരക്ടർ ചെയ്തു, പക്ഷെ എനിക്ക് ഇപ്പോഴും അത് കേൾക്കുമ്പോൾ സംശയമുണ്ട്, എൻ്റെ വോയിസിന് കുറച്ചുകൂടെ മെച്യൂരിറ്റി വേണമായിരുന്നോ എന്ന്. ഞാൻ ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ എന്നെ കൊണ്ടത് പറയിപ്പിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ചുകൂടെ മെച്യൂരിറ്റിയും ഒരു ഡെപ്തും കൊടുക്കണമായിരുന്നോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന് തൃപ്തിയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും നോക്കേണ്ടിയില്ലല്ലോ, ബിക്കോസ് ഈസ് എ വെരി എന്താ പറയുക ബ്രില്യൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ആണ് ഞാൻ എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ആ പടം ചെയ്യാൻ വേണ്ടി നല്ലൊരു ഫിലിമല്ലേ. അപ്പോൾ ആ ക്ലൈമാക്സിൽ അതൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കന്ന് ഡബ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അറിയുന്നില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇത്രയ്ക്ക് വരുമെന്നുള്ളത്. കാരണം നമ്മളത് ഞാൻ എപ്പോഴും ഡബ് ചെയ്യുമ്പോൾ ഇപ്പോൾ നയൻതാരയ്ക്കോ അല്ലെ റോമയ്ക്കോ ആർക്കാണെങ്കിലും, ഇപ്പോൾ ഗീതും കുഞ്ഞുകുട്ടിക്കാണെങ്കിൽ പോലും ഞാൻ അത് ഞാനാണെന്ന് വിചാരിച്ചാലേ എനിക്ക് അതൊരു ഫീൽ വരും. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ ഹോണ്ട് ചെയ്തിട്ട് പിന്നീട് അതൊന്നും അങ്ങനെ ഹോണ്ട് ചെയ്ത് നിന്നിട്ട്. വേറെ ഏതെങ്കിലും കഥാപാത്രം അങ്ങനെ ചെയ്തതിൽ ഏറ്റവും
ഇല്ല, അത് അനിയത്തി പ്രാവല് ഡബ് ചെയ്യുന്നതിന് മുമ്പ് ആ സീന് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വന്നിരുന്നു. 1-2 സീൻസ് ഇമോഷണലായിട്ട് ശാലിനി ഡയലോഗ് പറയുന്ന സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീക്വൻസിന്റെ ഡെപ്ത് ഭയങ്കര നമ്മളെ വേദനിപ്പിച്ചു. അതെല്ലാവർക്കും പടം കണ്ട ആരും ആ പടം എന്താ പറയുക കരയാതെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്കും ആ സീനിന്റെ പവറാണത്. അതിൻ്റെ ആ റൈറ്റിങ്ങും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും അതാണ് അതിൻ്റെ ഒരു പവർ. അപ്പോൾ അത് കണ്ടപ്പം എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. അപ്പോൾ കരഞ്ഞപ്പോൾ ഫാസിൽക്ക പറഞ്ഞു, അപ്പോൾ ഇന്ന് ഡബ്ബേണ്ട നീ നാളെ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനത് ചെയ്തത്. അങ്ങനെ എനിക്ക് ഒരു എക്സ്പീരിയൻസ്, ഐ മീൻ ഞാൻ എൻ്റെ കൈവിട്ട് പോയ ഒരു സംഭവം അത് മാത്രമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോൾ അത് ഡബ്ബിങ്ങിൽ നോക്കാം, ഡബ്ബിങ് നോക്കിക്കൊള്ളാം. അങ്ങനെ ഡബ്ബിങ്ങിൽ നോക്കുമ്പോൾ ചേച്ചിയുടേതായിട്ട് ഇൻപുട്ട് ഇട്ട ഒരു സാധനം എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പറയാൻ പറ്റുമോ ഓർമ്മയില്ല? അങ്ങനെ 1-2 പറയാൻ പറ്റില്ല. കാരണം എല്ലാ പടങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് അവർ ചെയ്യേണ്ടിയിരുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഡയറക്ടറുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ പല പല കാരണങ്ങൾ കൊണ്ടും അതൊന്ന് 100% കറക്റ്റ് ആവാതെ ഇരുന്നിരിക്കാം ഒരു ഷോട്ടിൽ. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്ടർ പറയും അത് നമുക്ക് അവിടെ അത്ര ശരിയായില്ല, അത് ഡബ്ബിങ്ങിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ്, ഞാനെന്നല്ല എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും അവിടെയൊക്കെ കുറേ ഇംപ്രവൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഈ പറയുന്ന പോലെ ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ടൈമിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ശ്വാസത്തിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ശ്വാസത്തിൽ തന്നെ നമുക്ക് പല പല മീനിങ്സ് കൊണ്ടുവരാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ എന്നുള്ളത് പറയുമ്പോൾ നമുക്കറിയാം അത് റിലാക്സേഷൻ, ഇത് സ്വാഭാവികം, നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ അത് അവരവിടെ കൊടുത്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം ഒരു ബാക്ക് ഷോട്ട് ആയിരിക്കാം. അപ്പം അവിടെ അങ്ങനെ ശ്വാസത്തിലും പേടിയും കാര്യവും ഒക്കെ നമ്മൾ അങ്ങനെ ഇൻപുട്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഇമോഷൻസ് ക്യാരി ചെയ്യുമ്പോഴേ ചേച്ചിയുടെ അനുഭവങ്ങൾ ഏതെങ്കിലും അതിൻ്റെ അകത്ത് ഇപ്പം പെട്ടെന്ന് കരയുന്ന ഒരു സീന് വരുമ്പോൾ അത് സ്വന്തം ജീവിതമായിട്ട്, കാരണം ഒരുപാട് അനുഭവിച്ചിട്ടാണ് ചേച്ചി ഈ ഒരു നിലയിലെത്തിയതെന്ന് നമുക്ക് അറിയാം. അപ്പം അങ്ങനെ ഏതെങ്കിലും അനുഭവം പെട്ടെന്ന് ഓർമ്മ വരുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആ കരച്ചിൽ അങ്ങനെ അങ്ങ്? ഡബ്ബിങ് സമയത്ത് നമുക്കങ്ങനെ തോന്നാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഫ്ലോയിൽ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അത് ഡബ്ബിങ് ആണ്, ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം കഴിഞ്ഞ സീനിൽ ചിലപ്പം പൊട്ടിച്ചിരിയും കരച്ചിലും പൊട്ടിച്ചിരിയും ബഹളവും ഹാപ്പി ആയിരിക്കാം, ഈ സീനിൽ ഇങ്ങനെ ആയിരിക്കാം, അതിൻ്റെ അടുത്ത സീനിൽ വീണ്ടും നോർമൽ ആവാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കരഞ്ഞ് കണ്ണീരോടുകൂടി നമുക്ക് ലിപ് മൂവ്മെൻറ്റ് കാണാൻ പറ്റില്ല. ഒന്നത്. സോ വി നോ ദിസ് ഈസ് എ പ്രൊഫഷൻ. അതുകൊണ്ട് അപ്പോൾ ആ പ്രൊഫഷനിൽ നമ്മൾ കണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് ലിപ്പ് കാണാതെ ഡബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകില്ല. എല്ലാം തൊണ്ടയിൽ നിന്നും നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവന്നിട്ട് ശബ്ദത്തിലൂടെ നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് അതിൻ്റെ ഒരു പ്ലേ നമ്മൾ നടത്തുന്നത്. അതെ, മാജിക് അതാണ്. പിന്നെ അഭിനയിക്കുമ്പം എനിക്ക് ശരിക്കൊരു ഫീൽ ചെയ്ത് എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തോന്നിയത് കഠിന കടോരമി അണ്ടകടാഹം. ആ പടം ആക്ട് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് പീരിയഡ് ഉണ്ടായിരുന്നു ആ ഒരു ചില 1-2 സീൻസ് ചെയ്യുമ്പം. കാരണം എൻ്റെ രവിയേട്ടനും മരിക്കുന്നത് കോവിഡിൽ വന്നിട്ടാണ്. കോവിഡിൽ ലങ് ഇൻഫെക്ഷൻ ആയിട്ട് കുറച്ച് ഒരു 23 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് രവിയേട്ടൻ പോയി പോകുന്നത്. അപ്പോൾ ഇതും ആ സബ്ജക്റ്റും കോവിഡിൻ്റെതായിരുന്നല്ലോ. കണ്ടിരുന്നോ പടം? സിനിമ കണ്ടിട്ടില്ല. എന്നിട്ടാണ് എന്നോട് ചോദിക്കാതിരിക്കുന്നത്. കണ്ടിട്ടില്ല. അപ്പോൾ ആ പടം അങ്ങനെ എനിക്കൊരു റിലേറ്റബിൾ ആയിട്ട് അപ്പോൾ ഇച്ചിരി ഗ്ലിസറിൻ ഇട്ട് കുറേ നേരത്തിന് മുമ്പേ ഒക്കെ ഗ്ലിസറിൻ ഇട്ടില്ലെങ്കിലും കരച്ചിൽ വരുമായിരുന്നു. ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചിരിനെ കുറിച്ചിട്ട്, പൊട്ടിച്ചിരിൻ്റെ ഇത് വരുമെന്ന്. ചേച്ചിക്ക് തുടക്കത്തിൽ ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് എങ്ങനെയാണ് ആ പ്രേതച്ചിരിയിലേക്ക് എത്തിയത്? അത് തുടക്കത്തിൽ ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതായത് ശ്വാസം ശരിക്കും സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ചില പടങ്ങളൊക്കെ ഞാൻ ഡബ് ചെയ്യുമ്പം പുറകിലിരുന്നിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയതും കുത്തിയതോ അങ്ങനെയൊക്കെയുള്ള അനുഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചിലതൊന്നും നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. പക്ഷെ അവരോട് ദേഷ്യമൊന്നുമില്ല, എന്നാലും
മനസ്സിൽ നമുക്കതൊരു വേദനയായിട്ട് എന്നും കിടക്കും. അന്ന് അങ്ങനെ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൽ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഡയറക്ടർ അടുത്ത് പറഞ്ഞില്ല, എനിക്കിത് പറ്റില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോവുക ചെയ്തത്. അതേതറിയോ പടം? വിൻസെൻ്റ് മാഷ് ഡയറക്റ്റ് ചെയ്ത ഒരു പ്രേതത്തിൻ്റെ ഒക്കെ ഒരു പടം. അപ്പം അങ്ങനെ ആ പടത്തിന് ഡബ് ചെയ്യുമ്പോൾ ഒരു ആ ഷോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മരത്തിൻ്റെ താഴേന്ന് ഇങ്ങനെ ക്യാമറ ടിൽറ്റായി മേലെ വരെ ഇങ്ങനെ മരത്തിൻ്റെ അവിടെ വരെ പോകുമ്പോൾ നമ്മുടെ ചിരി ഇവിടെ തൊട്ട് അവിടെ വരെ നിൽക്കണം, അവിടെ വരെ നിൽക്കണം. എനിക്കാണെങ്കിൽ കുറച്ച് അങ്ങനെ ബ്രേക്കായി പോകും. അപ്പോൾ പുറകിലിരുന്നിട്ട് അവർക്കൊക്കെ നന്നായി ചിരിക്കാൻ അറിയുന്ന 2 ഡബ്ബിങ് ആർട്ടിസ്റ്റ്, അന്നൊക്കെ എല്ലാവരും നമ്മൾ ഒരുമിച്ചാണല്ലോ പോകുന്നത്. അപ്പം ഒരാൾ ഡബ് ചെയ്യുമ്പോൾ അടുത്ത ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ അവരവിടെ ഇരുന്ന് ചിരിച്ച് കളിയാക്കുമായിരുന്നു. പിന്നെ എനിക്ക് അതും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര നെർവസായി, റെസ്റ്റ്ലെസ്സായി. പിന്നെ ഞാൻ പോയി പറഞ്ഞു, സാർ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പിന്നെ ആരൊക്കെ പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു എങ്ങനെയാണ് ഇവർ ആനന്ദവല്ലി ചേച്ചി, അമ്പിളി, ഭാഗ്യലക്ഷ്മി, തങ്ക ചേച്ചി, ജയശ്രീ ചേച്ചി, ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യായിരുന്നു. ലിസി ചേച്ചി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ നമ്മൾ കോട്ടയം ശാൻ ചേച്ചി ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ചിരിയൊക്കെ ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് കുറച്ച് ചിരിക്കാൻ നോക്കും. ആരും എന്നോട് എനിക്ക് പറഞ്ഞു തന്നു കണ്ണാടി മുമ്പിൽ ചിരിക്കുന്നു. അപ്പം അന്നൊക്കെ നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പോൾ അമ്മയൊക്കെ വഴക്ക് പറയും. കാരണം അല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു തമാശ കേട്ട് ചിരിക്കുമ്പോൾ മതി ഇത്ര ഒച്ചത്ത് ചിരിക്കല്ലേ, പിന്നെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ അങ്ങനെയല്ലോ, പെൺകുട്ടികളെ ചിരി പുറത്ത് കേൾക്കരുതല്ലോ. അപ്പം അമ്മ വഴക്ക് പറയും. അപ്പം അങ്ങനെ നമ്മൾ ഒതുങ്ങി പോവുമായിരുന്നു. അങ്ങനെ കുറേശ്ശെ പഠിച്ച് ഒപ്പിച്ചു. അല്ല, ഇത്ര അനുഭവങ്ങളാണല്ലോ നമ്മളാക്കുന്നത്. അങ്ങനെയുള്ള അനുഭവം എങ്ങനെയാ ശ്രീജ രവി എന്ന് പറയുന്ന വ്യക്തിയെ മോൾഡ് ചെയ്തെടുത്തത്? എങ്ങനെയുള്ള അനുഭവങ്ങള്? മോശം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കും. ഇപ്പോൾ അവരങ്ങനെ കളിയാക്കിയത് ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ലതായി എന്ന്. ചേച്ചിക്ക് ഇത്രയും നന്നായിട്ട് ചിരിക്കാൻ പറ്റിയത്? അതായത് ഞാൻ പഠിച്ചത് ഫാറ്റിമ കോൺവെൻറ്റിലാണ്. ഇംഗ്ലീഷ് പിന്നെ സിസ്റ്റേഴ്സിൻ്റെ നൺസ് പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ് പഠിച്ചത്. ഫാറ്റിമ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേര്, പക്ഷേ ഫാറ്റിമ കോൺവെൻ്റ് ആണത്. അപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പീരിയഡിൽ ഞങ്ങൾക്ക് എപ്പോഴും മോറൽ സയൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആ ഒരു സിസ്റ്റം വളരെ വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് സ്കൂൾസിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. ആ സ്കൂളിൽ പോലും ഞാൻ പഠിച്ച സ്കൂളിലുണ്ട്, പക്ഷെ എന്നാലും പണ്ടത്തെ ആ ഒരു വാല്യൂസും കാര്യമൊന്നും കേൾക്കാനൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അത്രയ്ക്ക് ഒരു താല്പര്യവും കാര്യവും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് പിന്നെ ഷെയർ ചെയ്യുക, ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയെ കണ്ടും ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. നമുക്കില്ലെങ്കിൽ ഒരു പാത്രത്തിലാണ് കഞ്ഞി ഉള്ളതെങ്കിലും അത് 4 പേർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് എൻ്റെ അമ്മയുടെ ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയും പട്ടിണി പ്രാരാബ്ദത്തിലും അമ്മ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഈ പ്രൊഫഷണൽ സൈഡിൽ നിന്ന് എന്നെ കുറച്ച് സീനിയേഴ്സൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അതൊന്നും ഒരിക്കലും നമ്മൾ എന്താ പറയുക, വി മേ ഫൊർഗിവ് ബട്ട് വി കാൻ ഫൊർഗെറ്റ് ദോസ് തിങ്സ്. കാരണം അത്രയ്ക്കും വോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടെന്ന് ലൈക്ക് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മളതിൽ എന്താ പറയുക, ഇൻ നോ വേ നമ്മളതിൽ കുറ്റക്കാരല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം അശ്വിനി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ അടുത്ത പടത്തിന് ആ ഡയറക്ടർക്ക് എൻ്റെ വോയിസാണ് സൂട്ടബിൾ എന്ന് തോന്നി എന്നെ വിളിക്കുമ്പം അശ്വിനി റിയാക്ട് ചെയ്യുന്നതാണ് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷണൽ ജെലസി ഹെൽത്തി ആയിട്ടുള്ള പോക്കാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ കുറേ കുത്തുവാക്കുകളും പ്രശ്നങ്ങളും പിന്നെ ഒരു സീനിയർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിനക്കിതൊന്നും ശരിയാവില്ല, നീ വേറെ വല്ല ജോലിക്ക് പോയിക്കോ, നിൻ്റെ ശബ്ദമൊന്നും കൊള്ളൂല, നായികയ്ക്കൊന്നും നീ ശരിയാവില്ല, നീ അതുകൊണ്ട് പഠിച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ.
തുടക്കം ഇൻ ദ സെൻസ് കുറച്ച് ഫ്യൂ ഇയേഴ്സ് ആയിട്ടും എൻ്റെ ശബ്ദം ഇന്ന് ഇത്രയേ ഉള്ളെങ്കിൽ അന്ന് അവർ പറഞ്ഞതിൽ ഞാൻ തെറ്റെന്ന് പറയല്ല. പക്ഷേ അതൊക്കെ എനിക്ക് വേറെ വഴി അറിയില്ല. ഞാൻ 12th +2 പഠിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് വേറെ എന്ത് ജോലിക്ക് പോയിട്ടാണ്. അപ്പം ഞങ്ങളുടെ കുടുംബം വളരെ കഷ്ടത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പം ഇതിങ്ങനെ ചെയ്ത് എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇത് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഡൗൺ ആയി. ഓക്കെ, ഞാൻ എന്നാൽ പിന്നെ എൻ്റെ അവർ ഇത്രയും വലിയ ആർട്ടിസ്റ്റ് അല്ല, അവർ പറഞ്ഞു എൻ്റെ ശബ്ദം ശരിയാവില്ല, ഡബ് ചെയ്യാനൊന്നും നീ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ അത്രയ്ക്കും അത് കേട്ടിട്ട് ഞാൻ ഡൗൺ ആയി പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഫീൽഡിൽ ഇവിടെ ഉണ്ടാവില്ല. മേ ബി ഞാൻ വേറെ ഒരു തൊഴിലിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ട് ജീവിതം, അയ്യോ എന്തെന്നാ എനിക്ക് ഒന്നിനും പറ്റില്ലല്ലോ, എന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ എന്നുള്ള ഇതിൽ പീപ്പിൾ നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഒരാൾ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതെങ്ങനെ അവരെ മനസ്സ് ഊണ്ടിയിക്കാതെ അവരെങ്ങനെ ഒരു നല്ല വഴിക്ക് നമ്മൾ നയിക്കുക എന്നുള്ളത് നോക്കുന്നത്, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് ആരെയും ഒന്നും മൂണ്ട് ചെയ്യാതെ എനിക്ക് ഇത്രത്തോളം ദൈവം എന്നെ എത്തിച്ചെങ്കിൽ അതെൻ്റെ ഒരു ഇതല്ല, ഇറ്റ് ഈസ് ഓൾ ഡെസ്റ്റിൻഡ്. പിന്നെ ദൈവം എന്താ വെച്ചാൽ നമുക്ക് പാത റെഡിയാക്കി തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ താണ്ടിയിട്ടാണ് ഈ 50 വർഷത്തെ ജേണി എന്ന് പറയുന്നത്. അത് വലിയ കാര്യം തന്നെയാണ്. ഇത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയില് സ്വന്തം ശബ്ദം കേൾക്കല്ലോ. പണ്ടൊക്കെ ഈ ശബ്ദരേഖ വരുമല്ലോ റേഡിയോ, അപ്പം നമുക്ക് അഭിനേതാക്കളില്ലല്ലോ, ചേച്ചിന്റെ ശബ്ദം മാത്രമല്ലേ നമ്മൾ. അങ്ങനെയുള്ള അനുഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോ ഒക്കെ സ്വന്തം ശബ്ദം. അതിന് ആദ്യമായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് റേഡിയോ ഇല്ലായിരുന്നു. ഞങ്ങൾ 1972 ചെന്നൈയിലേക്ക് മാറി. അപ്പോൾ അന്നൊക്കെ എന്ത് സത്യമാണോ ഞാൻ പറയാൻ പണ്ടത്തെ കഷ്ടപ്പാട് ഇന്ന് ഓർക്കുമ്പോ അത് ചിരിയായി മാറുന്നു. അത് ഒരു ഇത് തന്നെയാണ്. അത് വലിയ അയ്യോ സങ്കടപ്പെട്ട് എനിക്ക് റേഡിയോ ഇല്ലായിരുന്നു അങ്ങനെയൊന്നല്ല, അതെ ദാറ്റ് വാസ് എ ഫാക്ട്. അപ്പോൾ അന്ന് പോലും ഞങ്ങൾ ചെന്നൈയിൽ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ടിവിയോ അല്ലെങ്കിൽ റേഡിയോ അങ്ങനെയൊന്നുമില്ല. അടുത്ത വീട്ടിൽ ഒക്കെ പോയിരിക്കും ഞങ്ങൾ. വെള്ളിയാഴ്ച ആകുമ്പോൾ മൊഴിയും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് മാത്രം വരുന്ന ഒരു ദിവസമാണത്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ കുറേ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അടുത്ത വീട്ടിലൊക്കെ പോയിട്ടിരുന്ന് ഇങ്ങനെ ഒരുപാട് പേര് ചില സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാറേ പതിവുള്ളൂ. അല്ലാതെ പിന്നെ നാട്ടിൽ എപ്പോഴെങ്കിലും ഹോളിഡേയ്സിന് സ്കൂൾ ലീവിന് നാട്ടിൽ വരുമ്പോൾ ഏതെങ്കിലും റിലേഷൻ്റെ വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് എന്തെങ്കിലും കേൾക്കുക എന്നല്ലാണ്ട് മലയാള പാട്ട് അങ്ങനെ കേൾക്കുക എന്നല്ലാതെ ശബ്ദരേഖയായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. അല്ലാണ്ടുള്ള ഫാൻ മൂവ്മെന്റ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ് കാണാത്ത ഒരാള് ചേച്ചിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ഈ കണ്ണ് കാണാത്ത തന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ ജെയ്ബ് എന്നിട്ടൊരു കുട്ടിയുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്താണ് ആ കുട്ടി. അവർ എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. മനോജ് എന്നെ കാണണം, എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് 10 ദിവസം ഞാൻ അവിടെ വീട്ടിൽ വരുത്തി ചെന്നൈയിൽ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഉല്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അവൻ നല്ല നോർമൽ പയ്യനാണ്. അങ്ങനെ കുറേ പേര്, ഒരുപാട് ഫാൻസ്, ചെറിയ പിള്ളേരാണ്. അതാണ് എൻ്റെ അതിശയം. അവർ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ക്ലിപ്പിങ്സ് ആക്കിയിട്ട് ഇങ്ങനെ അയക്കുക, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഓരോ സുദീപ്, മെർവിൻ, പിന്നെ അഖിൽ ഷാ, ഇങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ട്, രാഹുൽ, അവരൊക്കെയാണ് ഇങ്ങനെ ക്ലിപ്പിങ്സ് ഒക്കെ ഓരോ പടങ്ങളിലെ ക്ലിപ്പിങ്സ് എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അങ്ങനെയാണ് കുറെ റീച്ച് കിട്ടിയത്. അതെ, മുമ്പ് ഈ ക്യാമറക്ക് മുന്നിലുള്ള ആൾക്കാരെ മാത്രമല്ലേ നമുക്കറിയാം. അതെ. ഇത്രയും വർഷം നിന്നിട്ട് ഇപ്പൊ ഒരു 20 വർഷത്തിന്റെ അടുത്തായിരിക്കും ശ്രീജ രവി എന്ന് പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റിന്റെ മുഖം പ്രേക്ഷകർ കാണാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇത്രയും സിനിമകളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിപ്പോ പറഞ്ഞല്ലോ കാവ്യ മാധവന്റെ ശബ്ദമാണെന്ന് പറയുന്നു ഈ വരനെ ആവശ്യമുണ്ടെന്ന സിനിമ. അപ്പം അത്രയും സിനിമകൾ ഡബ് ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ മുഖം പ്രേക്ഷകർക്ക് പരിചയം ഇല്ലാണ്ടായി പോയത്, അങ്ങനെ എന്തെങ്കിലും? അത് വിഷമം എനിക്ക് മാത്രമല്ല എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. കാരണം ഒരു പീരീഡ് വരെ
ഈവൻ ഒരു പത്രത്തിൽ നമ്മുടെ ഒരു ഇന്റർവ്യൂ വരാറില്ല. ഏതെങ്കിലും 1-2 പിന്നെ സീനിയേഴ്സിൻ്റെത് അവരത്രയും ഒരു സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രം അവരുടെ ഒരു ഫോട്ടോവും കാര്യം വരിക എന്നല്ലാതെ വളരെ വളരെ ചുരുക്കേ ഉള്ളൂ. നമ്മുടെ ഒരു പടം ഹിറ്റാവുമ്പം ഇന്ന ആൾക്ക് ഇന്ന ആർട്ടിസ്റ്റാണ് ഡബ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടൊരു മെൻഷൻ പോലും ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പം ഈ എന്താ പറയുക, ന്യൂസിലോ അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ എവിടെയും നമ്മുടെ ടൈറ്റിൽസ് പോലും പണ്ടൊക്കെ ഒരു ടൈമിലുണ്ടായിരുന്നു, പിന്നെ ടോട്ടലായിട്ട് അങ്ങനെ ഇല്ലാതായി, പിന്നെ വീണ്ടും വരാൻ തുടങ്ങി. അപ്പോഴും ഇതൊക്കെ കാണാൻ ആരിയ്ക്കും പറയൂ? എവിടെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഗതാഗതമൊക്കെ കഴിഞ്ഞിട്ടാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ പേര്. അപ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്ത് ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് സങ്കടമായിരുന്നു. അയ്യോ, ആദ്യം തന്നെ ഇപ്പം സിംഗേഴ്സിൻ്റെ പേരൊക്കെ വരില്ലേ, ലിറിക്സ് സിംഗേഴ്സൊക്കെ വരുമ്പോൾ ആ സിംഗേഴ്സും അവരുടെ ശബ്ദമാണ്, പക്ഷെ അവർക്ക് കുറച്ച് ഭയങ്കര റീച്ചല്ല അവർക്ക്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷെ അതുപോലെ തന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റും ഈക്വലി ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനമെങ്കിലും അതിൻ്റെ അടുത്ത ഇതിലെങ്കിലും നമ്മുടെ പേര് വരാലോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ, ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതൊരു വേദനയായിട്ട് തന്നെ എല്ലാവരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അവാർഡ് ഡിക്ലെയർ ചെയ്ത സമയത്തും ആദ്യം അപ്പോൾ എനിക്കും കൃഷ്ണേന്ദ്രനും കൂടെ അനിയത്തി പ്രാവല് അതൊരു ഷെയർ ആയിട്ട് 2 പേർക്കും കൂടെയുള്ള ഒരു അവാർഡായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തടുത്ത വർഷങ്ങളിൽ ആണുങ്ങൾക്ക് കൊടുത്താൽ പെണ്ണുങ്ങൾക്കില്ല, പെണ്ണിന് കൊടുത്താൽ ആണിനില്ല, അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലായി മാറി. പിന്നെ പിന്നെ ചില സമയത്ത് അവാർഡ് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് അവാർഡേ ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മോശമല്ലേ? ഒരു കഥാപാത്രം പൂർണ്ണമാകുന്നത് ശബ്ദം നടക്കില്ലല്ലോ. അത് പറഞ്ഞപ്പോ വേറൊരു കാര്യം ചോദിക്കാൻ വന്നത്, കണ്ണൂരുകാരിയാണ്. ആ ഒരു സ്ലാങ് ഇടയ്ക്കെങ്കിലും ഒക്കെ നമ്മുടെ സംസാരത്തിലേക്ക് വരും. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ അത് ജീവിക്കുക, ഒരു പ്രദേശത്ത് നിൽക്കുക, ആ സംസ്കാരമൊക്കെ നമ്മളെ ബാധിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ഇത്രയും ഭാഷകളിൽ, തമിഴിൽ, അവരുടെ കൊളോക്കൽ ലാംഗ്വേജിലൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്നത്. അതെങ്ങനെ പഠിക്കുകയാണോ ചെയ്യുക? ഇവരിങ്ങനെയാണ് സംസാരിക്കുക എന്നല്ലെങ്കിൽ നിരീക്ഷിക്കുകയാണോ ചെയ്യുക? അപ്പോൾ ഡബ്ബിങ്ങിൽ എന്തായാലും അത് കിട്ടില്ല. അപ്പോൾ ആ നായിക സംസാരിച്ചത് ഒരിക്കലും ആ കൊളോക്കൽ ലാംഗ്വേജ് ആയിരിക്കില്ല. അതെങ്ങനെയാണ് ചേച്ചി പഠിച്ചെടുക്കുന്നത്? അതായത് ലാംഗ്വേജ് എങ്ങനെയാ വെച്ചാൽ, സ്കൂളിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത്, സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു ഹിന്ദി. പിന്നെ ചെന്നൈയിൽ പണ്ടത്തെ മദ്രാസിലായിരുന്നു 72 തൊട്ടുള്ള ജീവിതം. അപ്പോൾ അവിടുന്ന് തമിഴ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തും ബുക്ക് വായിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അടുത്ത നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് തമിഴ് പഠിച്ചു. തെലുഗു, കന്നഡ, ഹിന്ദി, സാൻസ്ക്രിറ്റൊക്കെ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഡിക്ഷൻ പറഞ്ഞു തരാനും എവിടെ അതിൻ്റെ ഏത് വാക്ക് ഹൈലൈറ്റ് ചെയ്യണം, അതിൻ്റെ ട്യൂണിങ് എങ്ങനെയാണെന്നൊക്കെ. ഓരോ ലാംഗ്വേജിനും ഓരോ ട്യൂൺ ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ സൂപ്പർവൈസേഴ്സാണ് പറഞ്ഞു തരുന്നത്. മലയാളവും തമിഴും ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടെ പരിചയമാണ്. അപ്പോൾ ഇത് പഠിച്ച് പറയുന്ന ഒന്നല്ല, എന്താ പറയുക, എല്ലാം ഓൺ സ്പോട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് അവർ പറഞ്ഞു തരും, നമ്മൾ പഠിക്കും, പറയും, അങ്ങനെയാണ്. മോഹിനിയാട്ടത്തിൽ ഒരു കണ്ണൂർ സ്ലാങ് ഭരതനാട്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ മോഹിനിയാട്ടത്തിൽ അതായിരിക്കുമല്ലോ. അതെ, ഒരു കണ്ണൂർ സ്ലാങ് സംസാരത്തിൽ അത് ഞാൻ കണ്ണൂർക്കാരിയല്ലേ, ആ കഥാപാത്രം അത് ആവശ്യപ്പെട്ടിരുന്നു. കഥാപാത്രം എൻ്റെ അടുത്ത് ഡയറക്ടർ കൃഷ്ണദാസ് ചോദിച്ചത്, ചേച്ചി തിരുവനന്തപുരം ഭാഷ പറയുമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തിരുവനന്തപുരം ഭാഷ അത്ര പിടിയില്ല, പക്ഷെ അറിയാം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കേട്ട് പരിചയമുണ്ട്, ആരെങ്കിലും ഗൈഡ് ചെയ്തതാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഏത് ഭാഷയാണ് ശരിക്കും മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ണൂർ തലശ്ശേരിയൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ ഭാഷയാണ്, അതെനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പോയിക്ക് വന്നിക്ക് ഒക്കെ ആയിരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പിന്നെ തലശ്ശേരി പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരി, സന്തോഷമായി, പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പൊ സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാൻ തന്നെ അതിന്റെ എവിടെയാണ് പോയിനേനോ വന്നിനേനോ മോനെ നീ ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അങ്ങനെ പറയാം. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി, മെന്റൽ പ്രഷറൊന്നുമില്ല. ഇപ്പൊ മോഹിനിയാട്ടത്തിൽ അത് തന്നെയാണ് ഭാഷ. ആ ക്യാരക്ടർ രുക്മിണി അമ്മയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി. ഇപ്പൊ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം വരുന്നത് കംപ്ലീറ്റ് തലശ്ശേരി കൂത്തുപറമ്പ് അങ്ങോട്ടുള്ള സൈഡിലാണ്.
സ്റ്റൈലാണ്, കഥ അങ്ങനെയാണ് മൂവ് ആവുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാഷയുടെ കാര്യത്തിൽ ഇതിൽ ടെൻഷനില്ല. പിന്നെ ഞാൻ റോമയ്ക്ക് ചോക്ലേറ്റില് കോട്ടയം ഭാഷ പറഞ്ഞിട്ടുണ്ട് കുറച്ച് അവിടെ. അത് എൻ്റെ കഥാകൃത്ത് നമ്മുടെ സച്ചിയാണ് എന്നെ ഗൈഡ് ചെയ്തത്. സുസാമോ എന്നാ ഉണ്ട് എന്നൊക്കെ ഉള്ള അത് പുള്ളി പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ആരുടെങ്കിലും ഗൈഡൻസിലൂടെ നമ്മളെന്തെങ്കിലും മോഹിനിയാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭരതനാട്യത്തിൽ നിന്ന് മാറിയിട്ട് വേറെ കുറെ കഥാപാത്രങ്ങൾ കൂടെ ഉണ്ട്. സുരാജ് വഞ്ഞാറമൂടുണ്ട്, ജഗദീഷ് അദ്ദേഹം ഉണ്ട്, പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ബേബി ജീൻ. എങ്ങനെ ഈ ഒരു ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ ആരുമില്ല, എല്ലാരും സ്റ്റാർസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ടീം വർക്ക്? എങ്ങനെയായിരുന്നു ലൊക്കേഷൻ? ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. ഭരതനാട്യത്തിൽ തന്നെ എനിക്കത് നല്ലൊരു ഹാപ്പി ഫീൽ ആയിരുന്നു. കാരണം കലാരഞ്ജനി ചേച്ചി എത്രയോ വലിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചിയൊക്കെ നമ്മളെ അടുത്തൊക്കെ പെരുമാറുന്ന കാണുമ്പം ഞാനൊക്കെ ചെറുതിൽ അവരെ കണ്ടിട്ടുണ്ട്. ചെറുതിൽ ഇൻ ദ സെൻസ് നമ്മളൊക്കെ ഒരു ഏകദേശം സമപ്രായക്കാരും കുറച്ച് 1-2 വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം ചെന്നൈയിലെ ജീവിതം ആ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ വലിയ സ്റ്റാർഡമാണ്, അവരുടെ ഫാമിലി മൊത്തത്തിലുള്ള എല്ലാവരും. എന്നാൽ പോലും ചേച്ചിയൊക്കെ നമ്മളെ കണ്ടാൽ ഞങ്ങൾ അങ്ങോട്ട് വിഷ് ചെയ്യുന്നതിന് മുമ്പ് ആ മോളെ എന്തൊക്കെയാണ് വാ എന്നൊക്കെ പറഞ്ഞ് അത്രയും സ്നേഹം, നല്ല ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുപോലെ തന്നെ സൈജു കുറുപ്പും ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് ഇതിൽ. എന്നാലും ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ബന്ധയോ കാര്യമോ നമുക്ക് ആ ഒരു ഫീല് തന്നിട്ടില്ല. ഭയങ്കര അപ്പോൾ എന്താ വെച്ചാൽ തല ശരിയായാലും എല്ലാം ശരിയാവുമെന്ന് പറയില്ല. അതുപോലെ അതിൻ്റെ ഡയറക്ടർ, ക്യാമറാമാൻ എല്ലാവരും വളരെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പീപ്പിൾ ആയിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇൻട്രാക്ഷൻസ് വീടിനകത്തും നമ്മളൊരു കുടുംബം പോലുള്ള ഇതായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഇപ്പൊ അഭിരാം ഉണ്ടായിരുന്നു, സ്വാതി, ഭരതൻ നായർ, സായിയുടെ അടുത്ത് മാത്രമേ ഒരു ഇച്ചിരി ബഹുമാനം അവര് അറിയാണ്ട് വരുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ ആയിരുന്നു. ബാക്കി എല്ലാവരും തന്നെ വളരെ ജോവിയലും വളരെ ഇതാണ്. അതേപോലെ സുരാജും വിനയ് ഫോർട്ടും എല്ലാവരും നല്ല ഇതിലേക്ക് എത്തുമ്പോ ഞാൻ ഇനി കുറച്ച് ഫോട്ടോകൾ കാണിക്കാം. മോനിഷൊക്കെ ഫോട്ടോ. അതെ പാവമോള്. ഇത് 1986 എൻ്റെ അമ്മ മരിച്ചു. അന്ന് എനിക്ക് 21 വയസ്സാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം AT ഉമ്മൂക്ക പിന്നെ KP ഉമ്മർക്കയുടെ ഒരു ഇവന്റ് പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തിരുന്നു UAE കംപ്ലീറ്റ് 13 days. അതിൽ പങ്കെടുത്തപ്പോൾ മോനിഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോ എടുക്കാൻ പ്രത്യേക കാരണമുണ്ട്. എന്താ പറയാ, മുടി കണ്ടോ? അത് ഒരു കൊണ്ട ഇട്ടിട്ട് അത്രയും നീളത്തിലുള്ള മുടിയാണ്. അപ്പൊ മോനിഷ ഭയങ്കര ഇഷ്ടമാണല്ലോ അന്ന് എല്ലാവർക്കും. ഇതാണ് എൻ്റെ ആങ്ങളെ ജ്യോതിഷ് കുമാർ എന്ന് പറയുന്നില്ലേ, എൻ്റെ ഇളയ മോനെ മോനിഷ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ആ മുടിയൊന്ന് കാണണമായിരുന്നു അമ്മ അല്ല ചേച്ചി, പിന്നെ ഭയങ്കര രസമുണ്ട്, എനിക്ക് ഇഷ്ടമാണ് മോനിഷയുടെ മുടി എന്നൊക്കെ പറഞ്ഞു. ശരി, രണ്ടുപേരുടെ ഒരുപോലെ ഉണ്ട്. അപ്പൊ മോനിഷയോട് ഞാനത് പറഞ്ഞിട്ട് പ്രത്യേകം മുടി മുമ്പോട്ട് ഇട്ടിട്ട് അവനെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു ഫോട്ടോ ആണത്. ലുക്കൊക്കെ അങ്ങ് മാറിപ്പോയി ഇതിലേക്ക് എത്തുമ്പോൾ. കാക്കാണെന്ന് തോന്നുന്നല്ലേ സൂര്യയുടെ. ഇത് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ട് അതിൽ. അതായത് മോളുടെ പ്രായം കണ്ടില്ലേ, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. നേർക്ക് നേരാണ് ഫസ്റ്റ് സൂര്യയുടെ പടം ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ സിമ്രനെ ഡബ് ചെയ്തിരുന്നു. സിമ്രന് ഡബ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ സൂര്യയായിട്ട് എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ അന്ന് എന്തോ ഒരു ആവശ്യം അങ്ങോട്ട് അതിലേക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ സൂര്യയുടെ പടം നടക്കുന്നു പറഞ്ഞപ്പോൾ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മളൊന്നും കയ്യിലൊന്നും കരുതിയിട്ടില്ല. അന്നൊക്കെ ഓട്ടോഗ്രാഫാണല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പറഞ്ഞു, അയ്യോ അമ്മ ഓട്ടോഗ്രാഫ് ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും നോക്കായിരുന്നു എന്തെങ്കിലും ഒരു പേപ്പർ എങ്ങാനും കിട്ടുമെന്ന്. കൊഞ്ചെരുങ്ക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പം ഞാൻ ചെന്ന് ഷോട്ടിന് പോവോ അല്ലെങ്കിൽ വേറെ എന്തോ ഇതിന് പോവാന്ന്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം ഒരു പേപ്പറും പേനയായിട്ട് വന്നിട്ട് എവിടുന്ന് പുള്ളി തന്നെ പോയി പേപ്പർ എടുത്തുകൊണ്ട് വന്നു. എന്തൊരു സിമ്പിളാന്ന് ആലോചിച്ച് നോക്കി. വേറെ ആരെങ്കിലാണ് ആ ഒരു പേപ്പർ എടുപ്പാന്ന് പറഞ്ഞാൽ ഒരു ബുക്കും കൊണ്ട് ഓടി വരുന്ന ഒരു കമാൻഡുള്ള മനുഷ്യനല്ലേ. പക്ഷെ അത്രയും സിമ്പിളായിട്ട് അദ്ദേഹം തന്നെ പോയി എവിടുന്ന് ഒരു പേപ്പർ തപ്പിയെടുത്ത് പിന്നെ മോൾക്ക് എഴുതി കൊടുത്തു ഓട്ടോഗ്രാഫില്. അത്രയും ഭയങ്കര ഒരു ദിവസമായിരുന്നു അത്. ഓരോ മനുഷ്യരുടെ
നന്മയാണത് അതെ. അല്ലേ? നമ്മള് ഓരോ ആളുടെ അടുക്കൽ നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ടാവും. കഴിഞ്ഞ ദിവസം ചേച്ചിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മള് ഓരോരുത്തരെ കാണുമ്പോഴും പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട്. ആണോ? പഠിച്ചോ വല്ല തോന്നിട്ട്? ഒരുപാട് പഠിച്ചു. സ്കൂള് പഠിച്ചതിനേക്കാൾ അധികം നമ്മൾ കണ്ട ആൾക്കാരിൽ നിന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഒരാളുടെ അടുക്കൽ നിന്നും പലതും നമ്മൾ ആദ്യം നെഗറ്റീവിലേക്കാണ് നമ്മൾ നോക്കുക. അത് വേണ്ട, പോസിറ്റീവായിട്ട് എന്തെല്ലാം കാര്യം ഉണ്ടാവും. നമുക്ക് നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു പോസിറ്റീവ്, അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിച്ചേക്കാം. ഇപ്പൊ പറഞ്ഞ ആള് സിമ്രൻ. പിന്നെ ഈ സിനിമയെ കുറിച്ചും പറയുന്നത്. സിമ്രൻ ഈ പറഞ്ഞ പോലെ വലിയൊരു ആർട്ടിസ്റ്റ് അല്ലേ. ഇന്നും തമിഴ്നാട്ടിൽ സിമ്രൻ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഹീറോയിൻസിനെക്കാളും ഫാൻ ഫോളോവേഴ്സ് ആണ്, ഭയങ്കര ക്രേസ് ആണ് അവർക്ക്. അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിനോട് എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയത് ഭയങ്കര ഒരു സന്തോഷവും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. അപ്പം ഞാൻ അന്ന് ഫസ്റ്റ് ഡേ ഈ ഷൂട്ടിന് പോയപ്പം അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ മേക്കപ്പ് ഒക്കെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പോയി എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എല്ലാവരും തിരക്കാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ തന്നെ പോയി പറഞ്ഞു, ഇങ്ങനെ ഞാനാണ് നിങ്ങൾക്ക് ഇതിൽ 2 പടം ഞാൻ ഡബ് ചെയ്തിട്ട് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ശ്രീജരവിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ര പിടി കിട്ടിയില്ല. ഏത് എനിക്ക് ഡബ് ചെയ്തിട്ടുണ്ടോന്നൊന്നും അവർക്ക് അറിയില്ല, അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നേർക്ക് നേർ, പിന്നെ കനവേ കലയത് 2 പടം നിങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. ഓ ആണോ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തന്ന്. പിന്നെ അതൊരു ഷോർട്ടിലുള്ളതാണ് ഈ പക്ഷെ സെൽഫിയൊക്കെ അപ്പം തന്നെ എനിക്കൊരു ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോൾ സെൽഫി അവര് തന്നെ എടുത്ത് തന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഒരു ജാടയോ കാര്യം ഒന്നുമില്ല. വെരി സ്വീറ്റ്. ടൂറിസ്റ്റ് ഫാമിലി ഭയങ്കരമായിട്ട് തമിഴിൽ അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ട് സിനിമകൾ ഇപ്പം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ മെയ് അഴകൻ പോലെയുള്ള ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. ആ സിനിമ എങ്ങനെ? ടൂറിസ്റ്റ് ഫാമിലി എനിക്ക് ശരിക്ക് നല്ലൊരു എൻ്റെ ലൈഫിലെ എൻ്റെ ഒരു പ്രൊഫഷനിൽ ഒരു വഴിത്തിരിവ് തന്നെ പറയാം ആ ഒരു പടം. കാരണം അത്രയ്ക്കും അതിനുമുമ്പ് ചെറിയ ചെറിയ പടങ്ങൾ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 30-35 ഫിലിംസ് ഞാൻ അതിനുമുമ്പ് ചെയ്തിട്ടുണ്ട്. 35 അല്ല, ഒരു 30 ഫിലിംസ് എങ്കിലും അഭിനയിച്ചു തമിഴിലും മലയാളത്തിലൊക്കെ. അതെ. പക്ഷെ ഈ ഒരു പടത്തിൽ ഒരു 2-3 സീനേ ഞാൻ വരുന്നുള്ളൂ. പക്ഷെ അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണത്. അപ്പോൾ അത് അഭിഷാൻ കഥ പറയാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി പറഞ്ഞു വന്ന സീൻസിൻ്റെ ആ ഒരു ഓർഡറും ഞാൻ അഭിനയിച്ചതും എല്ലാം സെയിം ആണ്. ലൈക്ക് ഈ ആൻഡ് പ്രോപ്പർ വിഷൻ ഇതാണെന്ന് പറഞ്ഞപ്പം ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അറിയാതെ എനിക്ക് കണ്ണില് വെള്ളം വന്നു. അതിലും ഈ പറഞ്ഞൊരു നന്മ ഫീല് നമുക്ക് കിട്ടുന്നത്. അതെ, അവര് തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇതല്ലേ. നമ്മൾ നന്മ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു നന്മയല്ലേ. അതെ. അപ്പൊ അങ്ങനെ അത് എനിക്ക് പക്ഷെ ആ പടം മിസ്സാവാതിരിക്കാൻ വീരധീര സൂരൻ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഞാൻ അന്ന് വിക്രമിന്റെ അമ്മായിയമ്മയായിട്ട് അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഡേറ്റ് ക്ലാഷ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട്, പക്ഷെ എനിക്കിത് മിസ്സാവല്ലേ എന്ന് പ്രാർത്ഥനയായിരുന്നു ദൈവമേ. അപ്പൊ അങ്ങനെ എങ്ങനെയോ ആ ഡേറ്റ് എനിക്ക് ഒരു ദിവസം ക്ലാഷ് ഉണ്ടായിരുന്നു. അത് മാറി വന്നപ്പോൾ എനിക്കിത് പ്രശ്നമില്ലാതെ ഒരു 3-4 ഡേയ്സ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അഭിഷിനെ പോലെ തന്നെ ഇപ്പൊ തമിഴില് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടൻ പ്രദീപ് രംഗനാഥൻ. നല്ല കുട്ടിയാണ്, നല്ല മോനാത്. അതായത് എൻ്റെ മോൾ അഭിനയിച്ച് അങ്ങനെ എനിക്ക് പരിചയം, പ്രദീപിനെ എനിക്ക് പരിചയം. കഥ പറഞ്ഞത് മോള് ലവ് ടുഡേയിൽ അഭിനയിക്കുമ്പോൾ കഥ പറഞ്ഞത് ഇതിലായിരുന്നു, എന്താണ് വീഡിയോ സൂമിലായിരുന്നു കഥ പറഞ്ഞു തന്നത്. അപ്പോൾ കഥ കേട്ടപ്പം ഇഷ്ടമായി. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, ഞാൻ മോളും കൂടെ ആയിരുന്നു കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രദീപിനോട്, പ്രദീപ് പിന്നെ പണ്ടത്തെ ധനുഷിന് ഓർമ്മ വരുന്നത് നിന്നെ കാണുമ്പോൾ നല്ലൊരിതായിട്ട് നീയും വലിയൊരു ആക്ടറായിട്ട് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു അന്ന് എൻ്റെ അടുത്ത്. അപ്പം അതിൻ്റെ ഒരു ഫംഗ്ഷന് പോയപ്പം 100 days ഫംഗ്ഷൻ ആണോ എന്ന് തോന്നുന്നു എനിക്ക്. അതിന് പോയപ്പോൾ എടുത്ത പിക്ചറാണ് അത്. ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്. സോഷ്യൽ മീഡിയ കണ്ടാൽ അറിയാം. മമ്മൂക്കയെ ഞാൻ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ
എന്താണ് ഉപാസന എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ സുഹാസിനി, അവർക്ക് ചെറിയ പ്രായം ഞാനും, പിന്നെ ബാക്കി ആനന്ദവല്ലി ചേച്ചിയെ ഡബ് ചെയ്ത്. അപ്പോൾ ആ പടത്തിലൊക്കെ ഡബ് ചെയ്യുമ്പം അന്ന് കുറേ കോമ്പിനേഷൻസ് ഡബ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൂടാതെ കുറേ രൗദ്രം, ഒരുപാട് പടങ്ങൾ നമ്മൾ കോമ്പിനേഷൻസ്, ഞാൻ മമ്മൂക്കയുടെ സിസ്റ്ററായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നായികയായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മമ്മൂക്കി കാണുന്ന പോലെ അന്ന് കുറച്ചുകൂടെ നമുക്ക് ഒരു അടുപ്പം പ്രകടിപ്പിക്കാൻ പറ്റുമായിരുന്നു. ലൈക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു മമ്മൂക്കാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ആരാധന മൂത്ത ഒരു ആണ് ഇതാണ്. പക്ഷേ എന്നിട്ട് ആനന്ദവല്ലി ചേച്ചി പറഞ്ഞത് ഇവക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ടെന്നാണ്. ഒരു ദിവസം എന്നെ അതേ സോഫയിൽ ഇരിക്കുകയായിരുന്നു, എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര എംബാരസ്ഡ് ആയി. അദ്ദേഹം എന്ത് വിചാരിക്കുമല്ലേ, നമ്മൾ അങ്ങനെയുള്ളതെന്നല്ല, ദൈവമേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ പുള്ളി അന്ന് ഡബ്ബിങ് കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയൊക്കെ ആയിട്ടാണ് വരിക. അപ്പം ഞാൻ വെറുതെ മമ്മൂക്കയുടെ പെട്ടിയൊക്കെ നിങ്ങൾ തൊട്ടൊക്കെ നോക്കും, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരു മമ്മൂക്കയുടെ കൂടെ എനിക്ക് റോഷാക്കിൽ അഭിനയിക്കാൻ പറ്റിയത് നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തായിരുന്നു. പക്ഷെ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു വലിയ ഭാഗ്യമല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇതാണ്. എപ്പോൾ കണ്ടാലും പക്ഷെ എന്താ പറയുക, ഓടിച്ചെന്ന് നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം, അടുത്തോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതേ പിന്നെ എല്ലാവരുടെ അടുത്തും അങ്ങനെയല്ലേ സംസാരിക്കുക. അപ്പം ഇപ്പം ഭയങ്കര എനിക്കൊരു ബഹുമാനവും എൻ്റെ ഒരു ആരാധനയും ഒരു ഭക്തിയായി മാറിയത്. ആരാധനയിൽ നിന്നുള്ളൊരു അതെ അതെ അതെ. ഈ ഒരു ലുക്ക് ഇത് അതായത് രാജു ചന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഡയറക്ടറാണ്. ഞാൻ ജിമ്മി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടി. അതിൽ മറ്റേ ഹിറ്റ് FM മിഥുനില്ലേ, മിഥുൻ്റെ അമ്മയായിട്ട് അതിൽ അഭിനയിച്ചത്. അദ്ദേഹം എടുത്ത തമിഴ് പടമാണ് ഇത്, പിറந்த നാൾ വാഴ്ത്തുക്കൾ. അതെ, അത് ആ പടം അത് ഇങ്ങനെ എനിക്ക് ആ റോള് കിട്ടിയതെന്ന് വെച്ചാൽ പുള്ളി വീട്ടിൽ വന്ന് മോളുടെ അടുത്ത് നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടി കഥ പറയാൻ വന്നതാണ്. കഥ പറയാൻ വന്നപ്പോൾ ഈ ഒരു വേഷം ഒരാണുങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, ഒരു മെയിൽ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഈ റോൾ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു കറക്റ്റായിട്ട് ഒരാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു ചേച്ചി ചെയ്യുമോ ഈ റോളെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാം ആണ്, അത് ഫീമെയിൽ ആക്കി, പുള്ളിയോട് തന്നെ അതൊരു ഫീമെയിൽ ആക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നിട്ട് ഈ ഒരു വേഷം ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ അയച്ചു തന്നു, റെഫറൻസ് ഫിഗർ അയച്ചു തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഞങ്ങളുടെ കോടമ്പക്കല്ല വടപള്ളിൻ്റെ ഈ മാർക്കറ്റിലൊക്കെ തപ്പിപ്പോയി, അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ ഇല്ലേ, അത് മറ്റേ അവരുടേതും ഉണ്ട്, കമ്പനിയുടേതും ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ആ ക്യാരക്ടർ ഒരു ഡിഫറെന്റ് ലുക്ക് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ക്യാരക്ടറാണത്. അറിയാനേ ഇല്ല. അതെ അതെ. അപ്പൊ അങ്ങനെ അത് ആ പടം ഇപ്പോ ഗോവയിൽ ഇഫിയിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അതെ അതെ, നല്ല ഫിലിം അത്. ഇതൊരു നല്ല ഓർമ്മയുള്ള 1989 എൻ്റെ കല്യാണ ദിവസം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കല്യാണ പെണ്ണ്. അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കല്യാണമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ തിരുത്തണ്ണി എന്ന് പറയുന്ന അമ്പലത്തിൽ ഒരു ഒളിച്ചോട്ടം പോലെ ഉള്ള ഒരു കല്യാണമായിരുന്നു. കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ ഒരുങ്ങണമെന്ന് ഭയങ്കര ആശയമായിരുന്നു, എൻ്റെ ആഗ്രഹമായിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഗ്രാൻഡാണ്. അല്ല, പൂവൊക്കെ മുല്ലപ്പൂവൊക്കെ ചൂടി അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ജീവിതം, ഒരു കുടുംബിനിയായിട്ട് ജീവിക്കണം. വർക്കിന് പോകുന്നൊന്നും എനിക്ക് എൻ്റെ കൽപ്പന എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഇല്ലായിരുന്നു. കല്യാണം കഴിച്ച് ഭർത്താവ് വരുമ്പോൾ ഓഫീസിൽ നിന്ന് വരും, അപ്പം ഞാൻ ചായ കൊണ്ട് കൊടുക്കും, ഇങ്ങനെയൊക്കെ ഒരു പൈങ്കിളി മൂടായിരുന്നു അന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങിയതെന്ന് വെച്ചാൽ ലൈക്ക് ഇത്രയും എന്നെ സംബന്ധിച്ച് അത് ഗ്രാൻഡാണ്. മുല്ലപ്പൂക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങിയെന്ന് വെച്ചാൽ എനിക്കത് ഇതിപ്പോൾ 89-ലാണ്. 88-ൽ എനിക്കൊരു സ്ട്രോക്ക് പോലെ ഒരു അസുഖം വന്നിരുന്നു. എന്താണെന്ന് അറിയില്ല, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തല ഇങ്ങനെ ഭാരമായിട്ട് ലെഫ്റ്റ് സൈഡ് അങ്ങനെ തളർന്നു പോയിട്ട് ഹോസ്പിറ്റലിൽ ഞാനൊരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കിടന്നു. അപ്പോൾ കിടന്നപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല ആർക്കും.
അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പുള്ളിയെ കണ്ടില്ല, അന്ന് അദ്ദേഹം ലീവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തിരിച്ച് വരുന്ന വരവിന് ഇതുപോലെ സ്ട്രോക്ക് പിന്നെയും വന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. വേറെ പിന്നെ ആശുപത്രിയിൽ എത്തിയാൽ പിന്നെ അവർ പുറത്ത് വിടില്ലല്ലോ, 10 ദിവസം കഴിയാതെ വിടില്ലല്ലോ. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഇങ്ങനെ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് ആണ്, പിന്നെ ഇനി നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു വലിയ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു അവിടെയുള്ള ചെന്നൈയിൽ. കല്യാണം കഴിക്കാൻ പറ്റില്ല, പ്രസവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ മറന്നേക്കണം, നിങ്ങൾ യു ഗോട്ട് ടു ബി എ വെരി ഗോട്ട് ടു ലിവ് ഇൻ എ വെരി നോർമൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയോ പൈസ ഇല്ല, ഇപ്പം വാൽവ് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നേരെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അസ്ലാം യൂസഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മയുള്ള സമയം തൊട്ടുള്ള ഡോക്ടറാണ്. അവിടെ പോയി ചോദിച്ചപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി വഴക്ക് പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ പൈസക്കാരല്ലേ, പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പം he said this is a very normal case with everyone, എല്ലാ ഹ്യൂമൻ ബീയിനും ഈ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്ക് ആ ഒരു നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ, ഒരു ടെൻഷൻസോ അല്ലെങ്കിൽ സ്ട്രെസ്സോ എന്തെങ്കിലും ഒരു ഷോക്കിലോ ഇത് പുറത്ത് ലൈക്ക് ഇറ്റ് ഗെറ്റ് സ്റ്റക്ക് ദേ. അപ്പോൾ അങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതാണ് ഈ ഒരു സംഭവം. യുവർ ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ, ഷട്ട് അപ്പ് ഗോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെയാണ്. മരുന്ന് പോലും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ കല്യാണവും കഴിച്ചു, കുഞ്ഞുമായി. അപ്പോൾ എൻ്റെ അടുത്ത് ഈ സങ്കടം ഞാൻ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് ഷെയർ ചെയ്തിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവൾ പറഞ്ഞു, അതിനെന്താ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, നീ ഇതുപോലെ പിന്നെ ഒരുങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ നിൻ്റെ ഒരു സന്തോഷത്തിനെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക. ഒരു ഫോട്ടോന് പിന്നിൽ എന്തോരം ഓർമ്മ. അതെ ചേച്ചി കലാരഞ്ജിനി ചേച്ചി എന്തൊരു കെട്ടിപ്പിടുത്തത്തിൽ എന്തൊരു ആത്മാർത്ഥത ഉണ്ട്, ഭയങ്കര. രണ്ട് ഭാര്യമാർ. അതെ, എനിക്ക് ആ ചേച്ചിയെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയല്ല, ഇങ്ങനെ ഞാൻ നോക്കി ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കും. ചേച്ചിയുടെ ശബ്ദം അത് എന്താ പറയാ, അത് ഇറ്റ്സ് എ ബാഡ് അൺഫോർച്ചുനേറ്റ് തിങ്. പക്ഷെ എന്തായാലും ചേച്ചിയുടെ ശബ്ദത്തിൽ ആ പടം ഭരതനാട്യത്തിൽ കേൾക്കാൻ എന്ത് രസം, ഒരു പ്രത്യേകത ഇല്ലേ അതിന്. നമ്മളെല്ലാരും സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു യുണീക്ക് ഫീൽ ഉണ്ട്, ഐഡന്റിറ്റി ഉള്ള ഒരു വോയിസ് ആയി മാറിയത് നന്നായിട്ടുണ്ട്. ചേച്ചിയെ പറ്റി പറയാനൊന്നുമില്ല, വളരെ ഒരു വെരി ക്ലോസ് ടു മീ, വളരെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ചേച്ചിയാ. മോഹിനിയാട്ടത്തിൽ ആ ഒരു സ്നേഹബന്ധം മുഴുവനായിട്ടുണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും ഇപ്പോഴും ആ സ്നേഹബന്ധമുണ്ട്. ഏപ്രിൽ 10-നാണ് മോഹിനിയാട്ടം റിലീസ് ചെയ്യുന്നത്. അഭിനയത്തിലും ശബ്ദത്തിലും ഇനി ഒരുപാട് അവസരങ്ങൾ ചേച്ചിയെ തേടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. പടം കാണണം, എല്ലാവരോടും പറഞ്ഞ് പടം നല്ലൊരു സൂപ്പർ ഹിറ്റ് ആക്കണം. നല്ല പടമാണ്, യു വിൽ എൻജോയ്. ഉറപ്പായിട്ടും ഭരതനാട്യം എൻജോയ് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും മോഹിനിയാട്ടം എൻജോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.